എൻ്റെ നീണ്ട 5 മാസത്തെ പ്രൊബേഷനിടയിൽ ഞാൻ അന്ന് വരെ കേട്ടിട്ട് പോലുമില്ലാത്ത മെഡിക്കൽ പുസ്തകങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് ഒടുവിൽ ChatGPT നോക്കി ഞാൻ ഡയഗ്നോസ് ചെയ്യേണ്ടി വന്ന ഒരു ഗോൾഡൻ അസുഖവുമായി എന്നെ കാണാൻ വന്ന നന്മ നിറഞ്ഞ ഒരു പെൺകുട്ടി. എനിക്ക് ഏറ്റവും വിശ്വാസം കുറഞ്ഞ ഡോക്ടർ ഞാൻ തന്നെ ആയതുകൊണ്ട് എൻ്റെ സീനിയർ ഡോക്ടർമാർ വേണ്ടി വന്നു ഇതൊന്ന് ഉറപ്പിക്കാൻ. എല്ലാവരും മരിക്കുമല്ലോ, ഈ കുഞ്ഞിതിച്ചിരി നേരത്തെ ആയിപ്പോയി എന്ന് മാത്രം. എന്തൊക്കെയായാലും പരലോകം പകച്ചു പോകുന്ന ആ പരകായ ജന്മത്തിന് സർവേശ്വരൻ 1000 ആരോഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ എൻ്റെ പേരിലും എൻ്റെ ഇത് കേൾക്കുന്നവർ ഇത്രയും കിട്ടുന്ന ഒരു പെൺകുട്ടിയെ നഷ്ടപ്പെട്ടല്ലോ എന്ന് നെടുവീർപ്പിടണം. ഒന്ന് വിട്ടേക്ക് പോണം. പ്രാസവും പ്രസംഗവും ഒന്നും വേണ്ട. ചുമ്മാ അങ്ങ് മരിക്കാൻ പറ്റുമോ? എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ ഓർക്കാൻ എന്നെ ബാക്കി വെച്ചു. ആൻഡ് ഞാൻ അടുത്തോളം കാലം എൻ്റെ അച്ഛനെ പലരും പലയിടത്ത് വെച്ചും സ്മരിക്കാൻ ഞാൻ കാരണമായിട്ടുണ്ട്. എസ്പെഷ്യലി വെൻ ഐ ഡ്രൈവ്. ഞാൻ മരിക്കുകയാണെങ്കിലും ഒരു മേജർ സിഗ്നേച്ചർ ബാക്കി വെക്കണം തോന്നി. ബട്ട് സമയം അധികം ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ജീവിതം തന്നെ ഒരു ചലച്ചിത്രമാക്കാൻ ഞാൻ തീരുമാനിച്ചു. കേട്ടില്ലാത്ത ഒരാൾക്ക് പകരം മറ്റൊരാൾക്ക് മരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോവുകയാണ്. മെഡിക്കൽ പുസ്തകങ്ങൾ കാരണം അങ്ങനെയായിരുന്നെങ്കിൽ ഈ കുഞ്ഞിന് വരെ മരിക്കാൻ പറ്റിയ ഒരാളെങ്കിലും 24 മണിക്കൂറിനുള്ളിൽ ഞാൻ എൻ്റെ ആശുപത്രിയിൽ നിന്ന് കണ്ടുപിടിച്ചു കൊടുത്തേനെ. ഇതാണോ ഞാൻ ഡോക്ടറോട് പറഞ്ഞത്? പോയപ്പോ ആർക്ക് പോയി? ആ പാവം ചെറുപ്പക്കാരന് പോയി. ചില നേരത്ത് ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് ഞാനൊക്കെ കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. എന്തൊക്കെ സംഭവിച്ചാലും ഇതെവിടെ വരെ പോയാലും അവൾ പോണവരെ ഒരു തവണ പോലും കരയരുതെന്ന് അവളെന്നെ കൊണ്ട് പ്രോമിസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. കണ്ടിലെന്തോ പോയി. ഞാൻ കരഞ്ഞില്ലെങ്കിൽ അവൾ കരയില്ല എന്നാണ് പറഞ്ഞത്. ദാറ്റ് വാസ് എ ഡീൽ. ഭയങ്കര സെൽഫിഷായൊരു ആവശ്യമാണത്. Why the drama? I hate it. ഇതല്ല നമ്മുടെ ചാനൽ. ഇത് തന്മാത്രയ്ക്ക് പോലെ എല്ലാ പ്രേക്ഷകർക്കും അവസാനം വരെ ചിരിച്ചുല്ലസിച്ച് കാണാനുള്ളൊരു റൊമാൻറ്റിക് ട്രാജിക് അഡ്വഞ്ചർ കോമഡി. ഇതിൽ സിമ്പിളായിട്ട് അവൻ എന്നെ പറഞ്ഞു.